ലീനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റിൽ പച്ചക്കായ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു കറിക്കായയാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രക്കായ കൊണ്ടും ഇത് തയ്യാറാക്കാൻ പറ്റും. ആദ്യമായി ഇതിൻ്റെ തോല് ഇതേപോലെ കളയണം. ഇനി ഇത് അല്പം ചരിച്ച് മീഡിയം കട്ടിയിൽ മീൻ മുറിക്കുന്ന ആ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇനി ഇതിലെ കറ കളയാൻ വേണ്ടി മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിൽ ഇതൊരു 5 മിനിറ്റ് ഇട്ട് വെക്കാം. ഈ സമയം കൊണ്ട് ഇതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇനി ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് 1 ടീസ്പൂൺ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി. ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയിൽ അധികം വെള്ളമാകാൻ പാടില്ല. ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഇതിനി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ പച്ചക്കായ കഷ്ണങ്ങൾ ഇനി നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇതിനി ഒരു പാനിലിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിന് വേണ്ട ഉപ്പും കൂടി ചേർക്കണം. 2 മിനിറ്റ് മാത്രം ഇത് തിളച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കായ വെന്ത് കിട്ടും. അതിനുശേഷം ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മസാല ഓരോ കഷ്ണങ്ങളിലും നന്നായി പുരട്ടി കൊടുക്കാം. കായ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ അധികം വേകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് മസാലയൊക്കെ തേക്കുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നന്നായി പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഈ കായ കഷ്ണങ്ങൾ പൊരിച്ചെടുക്കാം. കായ കഷ്ണങ്ങളെല്ലാം എണ്ണയിൽ നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് മറിച്ചിടാനാകും. കുറച്ച് എണ്ണയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് കുറച്ചുകൂടി എണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ച് മറിച്ചുമിട്ട് ഇതിൻ്റെ എല്ലാ വശവും ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. മീനില്ലെങ്കിലും മീനിൻ്റെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചക്കായ ഫ്രൈ ആണിത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.